പോലീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലീസ് ഉണ്ടല്ലോ വിക്രമ, ഒരു 1.5 പോലീസ് വരും. നോക്കടാളിയാ, ദാണ്ടേ കുയില് വരുന്നളിയാ, കുയിൽ. ഒരു 1.5 കുയില് വരും. പച്ചക്കറിയും വാങ്ങിച്ചോണ്ട് വരുമ്പോഴാ 5 പവന്റെ മാല ആ കള്ളൻ കൊണ്ടുപോയി. അയ്യോ പെങ്ങൾ കഴിയാതെ നമുക്ക് ഇപ്പൊ തന്നെ ഇത് പോലീസിനെ അറിയിക്കാം. അവരങ്ങനെയാണെങ്കിൽ ആ പാലാരി വട്ടത്തിട്ട് പിടിച്ചോളും. അങ്ങനെ വിട്ടാ പറ്റില്ല. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? ആ, മാല മോഷണം ബൈപ്പാസ് ജംഗ്ഷനില്. നിന്റെ അമ്മേനെ കെട്ടി കൂടി പോവിണ്ട. ആരാടാ ഫോൺ ചെയ്തത്? എന്താ ഇവിടെ പ്രശ്നം? എന്ത്? ഞാനാ സാറേ ഫോൺ ചെയ്തേ. ഈ ചേച്ചിയുടെ മാല ഒരു സൈക്കിളിൽ വന്നൊരു കള്ളൻ. ഈ ചേച്ചിയുടെ മാല പോയാ ഈ ചേച്ചിയല്ലേ ഫോൺ ചെയ്യണ്ടേ? അല്ലേ ചേച്ചി? ആ കള്ളൻ മാല കൊണ്ടുപോയപ്പം ഈ പയ്യനാ എന്നെ സഹായിച്ചത്. എല്ലാ ചേച്ചിമാരെയും നീ സഹായിക്കും അല്ലേടാ? നീ ആരടാ? ഗാന്ധിജിയുടെ ആരടാ നീ? ചേച്ചി ഒറ്റയ്ക്ക് പെരുവഴി ഇറങ്ങി കറങ്ങി നടക്കുകയാണ്, അതുകൊണ്ടല്ലേ ഇങ്ങനൊക്കെ? അയ്യോ, അത് ഞാൻ പച്ചക്കറി വാങ്ങാൻ വേണ്ടി പോയപ്പോ ഞാൻ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോ. പച്ചക്കറി വാങ്ങാൻ പോയെടുത്ത് ഈ ചെറുക്കൻ എന്താ അടി കാര്യം? തരികിട ആണല്ലേ? തരികിട തന്നെ. പച്ചക്കറി പടവലങ്ങ തരികിടകിടാ. അത് പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ? ഫോൺ ചെയ്യാൻ വേണ്ടിട്ട് ഈ പയ്യൻ വന്നപ്പോഴാണ് ഞാൻ പയ്യനെ ആദ്യമായിട്ട് കാണുന്നത്. അവൻ ഓടി. ഇനി ചേട്ടത്തിക്ക് വലിയ പരാതിയൊന്നും കാണൂല്ലല്ലോ. എന്റെ മാലയുടെ കാര്യത്തിൽ തീരുമാനമൊന്നും ആയില്ലല്ലോ. ആ തീരുമാനം, ഇങ്ങനെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ഇട്ടുകൊണ്ട് സ്ത്രീകൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇതുവഴി ഒന്നും നടക്കാൻ പാടില്ല എന്നുള്ള കാര്യം പഠിച്ചല്ലോ. അത് തന്നെ തീരുമാനം, മനസ്സിലായ? അയ്യോ, അപ്പൊ കള്ളം കൊണ്ടുപോയി എന്റെ 5 പവന്റെ മാലയുടെ കാര്യം എന്തായി? ചേട്ടത്തി ഒരു കാര്യം ചെയ്, നാളെ സ്റ്റേഷനിൽ വന്ന് ഒരു പരാതി എഴുതിക്കൊട്. സ്റ്റേഷനിൽ ചെന്ന് പരാതി എഴുതി കൊടുക്കാനോ? ഇപ്പൊ എന്റെ മാലയെ പോയിട്ടുള്ളൂ. ഇനി സ്റ്റേഷനിൽ ചെന്ന് എന്റെ മാനം കൂടെ കളയണോ? പോലീസ് സ്റ്റേഷനിൽ പോയാൽ മാനം പോകുമെന്ന ബോധം ജനങ്ങളിൽ ഉണ്ടായത് എങ്ങനെയാണ്?